2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ന്യൂസിലാൻഡ് ഫൈനലിൽ ഫിൻ ആലന്റെ വെടിക്കെട്ട സെഞ്ചുറിയുടെ കരുത്തിൽ 170 റൺസ് വിജയലക്ഷ്യം അനായാസം മറികടന്നു. ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സര വിജയികളെ കീവിസ് നേരിടും. കിലാഫ് അഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. കിലാഫ്, തുല്യശക്തികളുടെ പോരാട്ടം, ഫിൻ ആലൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കിയൊരു മത്സരം. കീവിസിന്റെ ഉജ്ജ്വല ഫോം നാളെ സെമി കളിക്കുന്ന ഇന്ത്യക്ക് മുന്നറിയിപ്പാണല്ലേ? തീർച്ചയായും സോന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലെ ഈ ഫിനാലിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഫൈനൽ പോരാട്ടം, സെമി ഫൈനൽ പോരാട്ടം നാളെ നടക്കാനിരിക്കുമ്പോൾ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ടീം നേരിടേണ്ടി വരുന്നത് ന്യൂസിലാൻഡിനെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിലും അതേപോലെ തന്നെ സൂപ്പർ 8-ലുമൊക്കെ അത്ര വലിയ ബാറ്റിംഗ് കരുത്തുമോ ഒന്നും തെളിയിച്ചിട്ടില്ലേ ഇരുന്നെങ്കിൽ, എന്നാൽ സെമി പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു മികച്ച രീതിയിലുള്ള ബാറ്റിംഗ് വിസ്മയം തന്നെയാണ് ന്യൂസിലാൻഡ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത്. നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് ഫിൻ ആലന്റെ സെഞ്ചുറിയാണ്. സെഞ്ചുറി എന്ന് പറയുന്നത് 33 പന്തിൽ നിന്നാണ് താരം സെഞ്ചുറിയിലേക്ക് എത്തിയത്. ഈ ഒരു സെഞ്ചുറിയോടെ 2020 ലോകകപ്പ് ചരിത്രത്തിൽ അതിവേഗ സെഞ്ചുറി നേടുന്ന താരം, അതേപോലെ തന്നെ 2020 ഫോർമാറ്റിൽ അതിവേഗ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരം എന്നീ നിലയിലേക്കും റെക്കോർഡിലേക്കും ഫിൻ ആലൻ എത്തിച്ചേരുകയുമുണ്ടായി. ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 169 റൺസ് ഒരു മികച്ച 170 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് അനായാസമായാണ് ന്യൂസിലാൻഡ് എത്തിയത്. ഇതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യം ടോസ് നഷ്ടപ്പെട്ട് ബോളിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് ആദ്യം തന്നെ ദക്ഷിണാഫ്രിക്കയെ വിറപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് 5 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എന്ന നിലയിൽ നിന്നാണ് പിന്നീട് ദക്ഷിണാഫ്രിക്ക കരകയറിയത്. അതിൽ മാർക്കോ യാൻസന്റെ അർദ്ധ സെഞ്ചുറി മികവ് നമ്മൾ എടുത്തു പറയണം. കാരണം താരത്തിന്റെ ഒരു അർദ്ധ സെഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു മികച്ച സ്കോറിലേക്ക് പ്രോട്ടീസിന് എത്താൻ സാധിക്കില്ലായിരുന്നു. ബോളിംഗ് ന്യൂസിലാൻഡിലാകട്ടെ ആ ഒരു ബോളിംഗിന്റെ മികച്ച ഒരു പ്രകടനം, മാറ്റ് ആൻഡ്രി അടക്കമുള്ള താരങ്ങൾ കൃത്യമായ രീതിയിൽ ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. കൂടാതെ മറുപടി ബാറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോൾ അനായാസ ജയം, അതായത് ടിം സിഫേർട്ടിന്റെ ഒരു അർദ്ധ സെഞ്ചുറി മികവ്, ഒപ്പം തന്നെ ഫിൻ ആലന്റെ മികച്ച തുടക്കം, ഇരുവരും ചേർന്ന ഒരു മികച്ച തുടക്കം തന്നെ ടീമിന് നൽകുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഫിൻ ആലന്റെ ഉജ്ജ്വലമായ വെടിക്കെട്ട്, അതേപോലെ തന്നെ ടിം സിഫേർട്ടിന്റെ അർദ്ധ സെഞ്ചുറി. 33 പന്തിൽ നിന്ന് 58 റൺസുമായി ടിം സിഫേർട്ട് പുറത്തായെങ്കിലും പിന്നീടെത്തിയ രച്ചിൻ രവീന്ദ്രയും കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഫിൻ ആലന്റെ ഒരു മികച്ച ഒരു അർദ്ധശതകം തികച്ചത്. എന്തായാലും അടുത്ത മത്സരം, അതായത് നാളെ നടക്കുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഫൈനലിൽ ന്യൂസിലാൻഡ് എതിരാളികൾ. എന്തായാലും അവസാന മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഈ മത്സര വിജയികൾ കരുതി തന്നെയായിരിക്കും ന്യൂസിലാൻഡിനെ നേരിടാൻ എത്തുക. സോന. ശരി, കിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.